ഹലോ മുത്തോടെ എന്തൊക്കെ പാട് സുഖല്ലേ. അപ്പോൾ ഇന്ന് രണ്ട് മൂവി റിലീസായിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം, അതുപോലെ തന്നെ കല്യാണി പ്രദർശൻ നെസ്ലി മൂവി ലോക ചാപ്റ്റർ 1. എന്താ പറയുക വെച്ചാൽ ഈ രണ്ട് സിനിമയും അടിപൊളി സിനിമ കേട്ടോ. ലാലേട്ടൻ്റെ ഒരു കോമഡി നിറഞ്ഞ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിട്ട് ഹൃദയപൂർവ്വം. തുടരും സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ വേറൊരു രീതിയിലുള്ള ഒരു സത്യനന്ദിക്കാടിൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളി, കാരണം നല്ല രീതിയിൽ കൊണ്ടുവന്നൊരു ഫാമിലി സബ്ജക്റ്റ് അടിപൊളിയായിരിക്കണം. കാരണം സത്യനന്ദിക്കാടൊക്കെ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഡയറക്ഷനിൽ വന്നിട്ടോ. അടിപൊളി. ലാലേട്ടൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുപ്പ് അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. അടുത്തത് അതിനേക്കാൾ ഏറെ പറയാനുള്ളൊരു മൂവിയാണ് നമ്മുടെ നെസ്ലിനും കല്യാണി പ്രദർശനും കൂടി അഭിനയിക്കുന്ന ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിൽ വന്ന ലോക ചാപ്റ്റർ 1. എന്താ പറയുക, ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഒരു പ്രതിനിധി കേട്ടോ. വേറെ അതിൻ്റെ മ്യൂസിക്കൊക്കെ ചുമ്മാ ഇങ്ങനെ തീ ഐറ്റംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ നിമിഷയുടെ ക്യാമറ വർക്ക്, നമ്മളൊക്കെ ഇത് ഏതോ മലയാള സിനിമയാണോ വേറെ ഏത് സിനിമ നമ്മൾക്ക് ഞെട്ടിപ്പോവും. മറ്റുള്ള ഒരു ലാംഗ്വേജിൽ ഇങ്ങനെയുള്ള സിനിമ എടുക്കാൻ കോടികൾ വേണ്ടടുത്തും ഇവിടെയൊക്കെ അതിൻ്റെ ഒരു പകുതി ക്യാഷിനായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണത്. നമുക്കൊന്നും എന്താ പറയുക, മലയാളികൾക്ക് ഒരു അഭിമാനിക്കാനുള്ളൊരു സംഭവം കേട്ടോ. അത് കണ്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ, വേറെ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പടം. ഈ ഓണത്തിന് ഇറങ്ങിയ 2 പടങ്ങളും ഒന്നിനൊന്ന് വെച്ചാട്ടോ. ലോക ഒരു വേറെ ലെവലിൽ. പിന്നെ ആരും പടം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റ് പോയത് കേട്ടോ. ഒരു പ്രത്യേക ആൾ വരുന്നുണ്ട് ലാസ്റ്റിൽ ലോകയിൽ, അതും നമ്മളെ ഞെട്ടിച്ച് അത് പറയണില്ല, സസ്പെൻസാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ 2 മൂവിയും അടിപൊളി മൂവിയാണ്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ക്യാഷ് മുതലാവും എന്നുള്ളതിന് ഒരു സംശയമാണ്. ഒരു പടം ഒരു കോമഡി രീതിയിലുള്ള ഒരു നല്ലൊരു രീതിയിൽ അതിൻ്റെ കഥ പറയുന്നു. മറ്റൊന്ന് നമ്മളെ ഞെട്ടിച്ച് ഒരു വേറൊരു അവഞ്ചേഴ്സ് കണ്ട രീതിയിലുള്ള ഒരു വേറെ ലോകം നമ്മൾ സൃഷ്ടിക്കണം. എന്തായാലും ലാലേട്ടനും അതുപോലെ തന്നെ ഇത് ലോകം നിർമ്മിച്ച ദുൽഖർ സൽമാനും ഒരു ഹാറ്റ്സ് ഓഫ് ടോപ്പ്. വേറെ ലെവലും മക്കളെ, ഒന്നും പറയാനില്ല, പൊളിച്ചിരിക്കണേ. ഓക്കെ.